കമ്പും ചിരട്ടയൊക്കെ ഉപയോഗിച്ച് നമ്മൾ നിർമ്മിച്ചെടുത്തൊരു ട്രീ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം ഭംഗിയുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിരട്ട. ഈ ചിരട്ട ഉപയോഗിച്ചുള്ള ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് വർക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചിരട്ടയും കമ്പൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു ട്രീ ആണ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കമ്പ് നമുക്ക് ആവശ്യമുണ്ട്. അതിലേക്ക് വേണ്ടി നമ്മൾ മുറിച്ച് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ നമ്മൾ അരങ്ങിയെടുക്കുന്നുണ്ട്. കമ്പ് അരങ്ങിയെടുത്തിട്ടുണ്ട്. അരങ്ങിയെടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ താഴെ ഒരു കല്ല് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഒരു കുഞ്ഞ് കല്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പശ ഉപയോഗിച്ച് നല്ലതുപോലെ ഒട്ടിച്ചൊന്ന് സെറ്റായിട്ട് എടുക്കണം. പശയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ പാറയിൽ ഇരിക്കുന്ന ചിരട്ടയാണ്. ചിരട്ടയിന് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കണം. പൊട്ടിച്ചതിന് ശേഷം ഈ കമ്പിന്റെ ശിഖരങ്ങളിൽ നമ്മൾ ഇനി ഒട്ടിച്ചു കൊടുക്കണം. ചെറിയ ചെറിയ പീസുകൾ നമ്മൾ ഒട്ടിച്ചൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. ചിരട്ട ഇതുപോലെ നമ്മൾ പൊട്ടിച്ചെടുക്കണം. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചിരട്ട ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ശിഖരങ്ങളിലേക്ക് കറക്റ്റായിട്ട് പശ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ ശിഖരങ്ങളിലെല്ലാം നമ്മൾ ചിരട്ടയുടെ പീസ് ഒട്ടിച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിരട്ടയൊക്കെ ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മളെ ട്രീ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ താഴെ ഒരു കല്ല് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കല്ലിലേക്ക് നമ്മൾ നേരത്തെ ഒരു ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി ചെയ്തതാണ് ഈ ഒരു ചെറിയ മെറ്റലിന്റെ ബോക്സ്. നമ്മൾ ഈ ബോക്സിലേക്ക് ഇനി ഇതിനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്ത് ഇതിൽ മണ്ണൊക്കെ ഇട്ടതിന് ശേഷം പായലൊക്കെ ഒട്ടിച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. മെറ്റലും ചാന്തും ഉപയോഗിച്ച് നമ്മൾ ചെയ്തെടുത്തൊരു ചെറിയൊരു ബോക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇതിനെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. മഴക്കാലത്തൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഈ പായൽ. അപ്പോൾ ഈ പായൽ നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. നമ്മൾ ഇതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ട്രീയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പായൽ നമ്മൾ ഇളക്കിയെടുക്കുന്നത്. ബോക്സിൻ്റെ അകത്തേക്ക് നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തിട്ടുള്ള പായൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ. ബോക്സിൻ്റെ അകത്ത് പായൽ നമ്മൾ ഫുള്ള് ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. ഒട്ടിച്ച് തീർന്നപ്പോഴുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചിരട്ട നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചിരട്ടയിലേക്ക് നമുക്കിനി കുറച്ച് പശ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മണ്ണ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വീണ്ടും പായൽ വെച്ച് കൊടുക്കുന്നത്.
മണ്ണൊക്കെ ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പായലൊന്ന് ഒട്ടിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. പായലൊക്കെ ഒട്ടിച്ച് തീർന്നപ്പോഴുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം ഒരു പച്ചപ്പൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ ട്രീയുടെ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ചിരട്ടയും അതുപോലെ തന്നെ കമ്പൊക്കെ വെച്ച് ചെയ്തൊരു ട്രീ ആണ്. അപ്പോൾ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള രീതി തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം. വെയിലത്തിരുന്ന് നമ്മളെ പായലൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നനച്ചൊക്കെ കൊടുത്ത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ കിട്ടുന്നതായിരിക്കും.